ഉള്ള ഹെയർ ഗ്രോത്ത് ചലഞ്ച് 7ാമത്തെ ദിവസമാണ്. ഇത് നമ്മൾ നന്നായിട്ട് അരച്ചു കൊടുന്നു കണ്ടല്ലോ. ഇനി അപ്പൊ നമ്മളിത് സ്കാൽപ്പിൽ ആഡ് ചെയ്തിട്ട് ബാക്കിയുള്ളവരൊക്കെ മുടിയുടെ ഇഴകളിലും ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഈ പാക്ക് നല്ല ലൂസാട്ടോ ഈ പാക്ക്. അപ്പൊ കണ്ടോ ഇങ്ങനെ ഇഴകളിൽ നമ്മൾ എണ്ണ തൊട്ട് പരട്ടുമ്പോൾ ഹായ് ഹലോ രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്ന് നമ്മളെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് 7ാമത്തെ ദിവസമാണ്. എല്ലാവരും നമ്മുടെ കൂടെ കൂടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മുടി നല്ലോണം വളരും കേട്ടോ. അപ്പോൾ നമ്മൾ 5ാമത്തെ ദിവസം ചെയ്തത് എന്താണ്? പയറ്, ഉഴുന്ന്, ഉലുവ. ചെറുപയറ്, ഉഴുന്ന്, ഉലുവയുള്ളൊരു ഹെയർ പാക്ക് നമ്മൾ ചെയ്തിട്ട് നന്നായി വാഷ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മളെ മുടിയൊക്കെ കണ്ടോ? നമ്മുടെ മുടി കണ്ടോ? നിങ്ങളൊക്കെ മുടി ഇങ്ങനെയാണോ? അത്യാവശ്യം ഇങ്ങനെ എണ്ണ ഇല്ലാതെയാണ് കണ്ടോ മുടി ഉണ്ടായിക്കണെന്ന് പറയുന്നുണ്ട് കുട്ടീനോട്. അപ്പൊ കുറെ ദിവസമായില്ല ഇങ്ങനെ ഓരോന്ന് കാട്ടുന്നതുകൊണ്ട് കുറച്ച് മുടി ഉണ്ടായിരുന്നായിരിക്കും. അപ്പൊ ഒന്ന് നമുക്ക് അത്യാവശ്യം എണ്ണ തൊട്ട് പരത്തിയിട്ട് അതിനനുസരിച്ചിട്ടൊരു ഹെയർ പാക്ക് ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പൊ അതെന്താന്ന് പറഞ്ഞുതരാം. അതിന് വേണ്ടത് കണ്ടോ, കുറച്ച് ചെറിയ ഉള്ളി. നമ്മളെ ഹെയർ ഗ്രോത്ത് കൂട്ടുട്ടോ. സൾഫർ കണ്ടന്റ് നന്നായിട്ടുള്ളതാണ് നമ്മളെ ചെറിയ ഉള്ളി. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നന്നായിട്ട് ഹെയർ ഗ്രോത്ത് വരും കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാൻ പറ്റിയൊരു ഹെയർ പാക്ക് തന്നെയാണ്. പെട്ടെന്ന് മുടി വളരും. അപ്പൊ ഇത് മാത്രം പോരാ നമുക്ക് ഇതിലേക്ക്. ചെറിയ ഉള്ളിയിലേക്ക് നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയോ? തൈര്. കണ്ടോ, വീട്ടിലുണ്ടാക്കിയ തൈരാട്ടോ. പാത്രം ഒരുപാട് അതുകൊണ്ട് നമുക്ക് കട്ട കിട്ടില്ല. പക്ഷെ നമുക്ക് പേടിക്കണ്ടല്ലോ, കെമിക്കൽ ഇല്ല. കണ്ടോ കണ്ടോ കുറച്ചൊക്കെ ലൂസാ കണ്ടില്ലേ? അത് മതി നമുക്ക്. ഇങ്ങനെ ലൂസായ തൈര് മതി കണ്ടില്ലേ? അത് നമ്മളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ കേട്ടോ. ഇത്രയൊന്നും ഞാൻ പറയണില്ല. ഇത് അരഞ്ഞു കിട്ടാനുള്ളത്. എന്നിട്ട് നമ്മൾ പിഴിയുക ചെയ്യേ. നമുക്കിനി ഇത് പോയിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പൊ നമുക്കിത് മിക്സിയിലിട്ടിട്ട് അരയ്ക്കാട്ടോ. കുഞ്ഞു ജാറിലിടുക. പിന്നെ നമുക്ക് അരച്ചിട്ട് തൈര് കൂട്ടിയാൽ മതി. നമ്മൾ ഇതിലേക്ക് ഒരു 2-3 സ്പൂൺ തൈരാട്ടോ ഒഴിച്ചത്. നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഒഴിച്ചോളൂ. ഇനി 1 സ്പൂൺ ആയാലും കുഴപ്പമില്ല, 2 സ്പൂൺ ആയാലും കുഴപ്പമില്ല. ഞാൻ ഒരു 3 സ്പൂൺ പറഞ്ഞു കണ്ടില്ലേ? ഇനി നമ്മള് നല്ലോണം നല്ല അരച്ചിട്ട് നമ്മൾക്കിത് പിഴിഞ്ഞിട്ട് എടുക്കാനാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അരച്ചു കൊടുന്നു കണ്ടല്ലോ. ഇനി നമുക്കിതൊരു ഷാളിലേക്ക് പിഴിയാം. ഷാളുള്ള ഒരു ഷാള്, കോട്ടൺ, എന്താ ഉള്ളതിനനുസരിച്ചിട്ടൊക്കെ പിഴിഞ്ഞോളൂ കേട്ടോ. നമുക്ക് ഇതിന്റെ ജ്യൂസ് കിട്ടുക അത്രേ വേണ്ടു. എന്തിൽ പിഴിഞ്ഞാലും കുഴപ്പമില്ല. ചീർപ്പൊക്കെ അവിടെ കൊടുന്ന് വെച്ചെന്നാണ് അമ്മ ചീന്തി കാണിക്കണ്ടേ കണ്ടോ. അപ്പൊ നമ്മള് ഈ ഉള്ളിയുടെ ജ്യൂസ് എടുക്കുകയാണ് കേട്ടോ. ഇനി ഉള്ളി ജ്യൂസ് നല്ലതാണ്. എല്ലാവരും നമുക്ക് താരൻ, മുടി കൊഴിച്ചില്, അകാല നര, അതിനൊക്കെ നല്ല കേട്ടോ മക്കളെ. നമ്മൾ ഈ ചെറിയ ഉള്ളി സൂപ്പറാണ്. ചെറിയ ഉള്ളിയുടെ ഇനി ഞാൻ വേറൊരു മരുന്നും കൂടി പറഞ്ഞു തരണ്ട്. സ്ഥിരം ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ ഇത് നമ്മളിപ്പോ ഹെയർ ഗ്രോത്ത് ചലഞ്ച് അല്ലേ കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് മുടി വളർത്തിയെടുക്കാനുള്ള പാക്കുകളാണ് അപ്പൊ അമ്മ പറഞ്ഞു തരിക. അതുകൊണ്ടാണ്. അപ്പൊ ഇനി ഇത് നമുക്ക് പിഴിയട്ടെ. ഞാൻ നന്നായി പിഴിഞ്ഞെടുക്കണം കേട്ടോ. കണ്ടോ അടപ്പിലൊക്കെ അത്യാവശ്യം ആയിക്കണം. എന്തിനാ കളയണല്ലേ? തൈരും ഉള്ളിയല്ലേ, ഇത് കഴുകി കളയേണ്ട ആവശ്യമില്ല. കണ്ടോ. ഇനി നമ്മൾ പിഴിഞ്ഞിട്ട് നോക്കട്ടെ. നമുക്ക് അധികം ഉണ്ടെങ്കിൽ എല്ലാവരും സ്കാൽപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇഴകളിൽ ആക്കാൻ പറ്റുന്ന പാക്ക് തന്നെയാണ് കേട്ടോ ഇത്. ഇത് നമ്മൾ മഴക്കാലാകൊണ്ടാണ് നമ്മൾ അല്ലാതെ ടൈറ്റുള്ള സംഭവങ്ങളൊന്നും തേക്കാത്ത കേട്ടോ. അപ്പൊ നമ്മളിത് സ്കാൽപ്പിൽ ആഡ് ചെയ്തിട്ട് ബാക്കിയുള്ളവരൊക്കെ മുടിയുടെ ഇഴകളിലും ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഇത് നമ്മൾ വാഷ് ഔട്ട് ചെയ്യുക എങ്ങനെയാ വെച്ചാൽ ഒരു 10 മിനിറ്റ്. ഇനി തണുപ്പിന്റെ പ്രശ്നമുള്ള ഒരു 5 മിനിറ്റ് വെച്ചാലും നമ്മളെ ഹെയർ ഗ്രോത്തിന് ഒരു കുഴപ്പവും വരില്ല കേട്ടോ. അല്ല ഇനി കൂടുതൽ സമയം വെക്കാൻ പറ്റും, തണുപ്പിന്റെ കേടൊന്നുമില്ലെങ്കിൽ 15 മിനിറ്റ് മാക്സിമം അത് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ പറയുക, ഒരു കെമിക്കൽ ഇല്ലാത്തൊരു ഷാമ്പു. കാരണം നമ്മളോട് നല്ല നാച്ചുറൽ ഷാമ്പു ഉണ്ടെങ്കിൽ അത്, മൈൽഡ് ഷാമ്പു ഉണ്ടെങ്കിൽ അത്, അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് നമ്മൾ കഴുകി കളഞ്ഞാൽ മതി. മറ്റേത് കെമിക്കലുള്ള ഷാമ്പു ആണെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒന്നും കൂടി പറയാം. കെമിക്കലുള്ള ഷാമ്പു ആണ് നിങ്ങൾ ഉപയോഗിക്കണ വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ഷാമ്പു കിട്ടില്ല അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തോളൂ, ഹെയർ ഗ്രോത്ത് കൂടാനുള്ള ഒരു ഐഡിയ ആണ് മക്കളെ. ഈ പച്ചരി വെള്ളത്തിലിടുക. ഒരു കുട്ടീനോട് നാളെ ദിവസം ചോദിക്കുന്നുണ്ട്, അമ്മേ എങ്ങനെ പതഞ്ഞ ഷാമ്പു കൂട്ടാതെന്ന്. പക്ഷെ പച്ചരി വെള്ളത്തിലിട്ട് മാത്രമേ ഞാൻ കാണിച്ചുള്ളൂ. ഇതിന്റെ വെള്ളത്തിൽ നമ്മൾ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് വെക്കാട്ടോ, നല്ലതാണ്. എന്നിട്ട് ഈ വെള്ളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പു പറഞ്ഞാൽ നമുക്ക് നല്ല മുടി ഹെയർ ഗ്രോത്ത് കൂടും. പച്ചരിയും പഞ്ചസാരയും കൂടി കുതിർത്താൻ വെക്കുക. എന്നിട്ട് ഇതിന്റെ വെള്ളത്തിൽ. ഓക്കെ. അപ്പൊ ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കണ്ടേ നമുക്ക്.
അമ്മ പറഞ്ഞ പോലെ ഇത് ആദ്യമായിട്ട് കാണുന്നവര് വല്ലവരും ഉണ്ടാവും. അപ്പൊ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അമ്മ ദിവസേന ഇതിങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മൾ മുടിയുടെ കൂടൊക്കെ നല്ലോണം കളഞ്ഞതിന്റെ ശേഷം ഇങ്ങനെ ഒരു ചീർപ്പ് വെച്ചിട്ട്, ഇങ്ങനെ പല്ലകലുള്ള ഒരു ചീർപ്പ് വെച്ചിട്ട് കൂട് കളഞ്ഞതിന്റെ ശേഷം നല്ല ഇങ്ങനെ അടിയിൽ നിന്നൊക്കെ കൂട് കളഞ്ഞ് മേപ്പെട്ട് കൂടൊക്കെ കളഞ്ഞ് മുടി നല്ല വൃത്തിയാക്കുക ആദ്യം. ഓക്കെ, ആദ്യം വൃത്തിയാക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എണ്ണ തേച്ചാൽ ചീന്താൻ പാടില്ല കേട്ടോ. കണ്ട ഇങ്ങനെ കൂടൊക്കെ കളഞ്ഞ് വെച്ചാൽ ഞാൻ കണ്ടല്ലേ, കൂടൊന്നുമില്ല കണ്ടില്ലേ, ഇങ്ങനെ തരം തുറുമ്പാച്ചി മുടിയ മക്കളെ അമ്മയുടെ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ കൂടൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മള് നന്നായിട്ട് എണ്ണ, ഞാൻ പറഞ്ഞില്ലേ അമ്മ അതിൽ ഇത് കൂട്ടിക്കണ്ണൂന്ന്, ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും കൂടി, വെളിച്ചെണ്ണ പറഞ്ഞാൽ വെർജിൻ കോക്കനട്ട് ഓയിലും കൂടി കൂട്ടിയിട്ടുള്ളതാണ്. 4-1 ആവണക്കെണ്ണ കൂട്ടാവുള്ളൂ കേട്ടോ. അപ്പോ അതങ്ങനെ കൂട്ടി വെച്ചതാണ്. അപ്പൊ അമ്മത് കയ്യിലിട്ടിട്ട് ചൂടാക്കുള്ളൂ. ചൂടാക്കിയിട്ട് നമ്മള് സ്കാൽപ്പിൽ നന്നായി തേക്കേണ്ട ദിവസമാണ്. കാരണം നമ്മൾ ഇന്നലെ തേച്ചത്, മിനിഞ്ഞാന്ന് 5-ാമത്തെ ദിവസം തേച്ചത് അത്യാവശ്യം ഡ്രൈനെസ് ഉള്ളതാണ്. പക്ഷെ നമ്മള് നാളികേരപ്പാല് കൂട്ടുകൊണ്ട് ഒരു പേടിയില്ല കേട്ടോ. നമ്മളുടെ സ്കാൽപ്പിലൊന്നും ഒരു പ്രശ്നം വരില്ല കേട്ടോ. അപ്പൊ നാളികേരപ്പാല് കൂട്ടിയിട്ട് എല്ലാ ഹെയർ പാക്കും ചെയ്യുമ്പോൾ നമുക്ക് പേടിക്കണ്ട. മറ്റേത് വല്ലാതെ ഡ്രൈ ആയാലും ഡാൻഡ്രഫ് പറ്റാ പോവില്ല നമ്മളെ തലേന്ന്, എന്താ വെച്ചാൽ പൊന്തി വരുള്ളൂ, മനസ്സിലായില്ലേ. അപ്പൊ വല്ലാതെ ഡാൻഡ്രഫ് എന്നോട് പറയണ്ട അമ്മേ, എന്താ ഇപ്പൊ ഒരു കുട്ടി പറഞ്ഞു കുരുപോലെ അത്രയും ഡാൻഡ്രഫ് ഉണ്ടെന്ന്. അപ്പൊ അതിനൊക്കെ നല്ല റെമഡിയാണ് അത്. അപ്പൊ ഡാൻഡ്രഫ് ഉള്ളവർ ഈ ചീർപ്പൊണ്ടൊന്ന് നല്ലോണം അങ്ങനെ ചീന്തിയിട്ട് അതിനെയൊക്കെ കളയാൻ നോക്കണം കേട്ടോ. എണ്ണ തേക്കുമ്പോൾ എണ്ണേന്റെ മുന്നേ ഒന്ന് കളയാൻ നോക്കണം പൊടി. എന്നിട്ട് ചീന്തി കളഞ്ഞിട്ട് എണ്ണ നല്ലോണം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. അയച്ചിട്ട് നമ്മൾ സ്കാൽപ്പിൽ എണ്ണ നല്ലോണം തേച്ചു പറഞ്ഞിട്ട് കാര്യമില്ല, അത് കഴുകി കളയാനും ശ്രമിക്കണം. അതങ്ങനെ വെച്ചാൽ കൂടുകയുള്ളൂ കേട്ടോ ഡാൻഡ്രഫ്. അപ്പൊ നമുക്ക് മുടി കൊഴിച്ചിലും ഇതൊക്കെ വരുള്ളൂ, മനസ്സിലായില്ലേ. താരനും മുടി കൊഴിച്ചിലൊക്കെ അധികമാവുള്ളൂ. അപ്പൊ നമ്മൾ അത്യാവശ്യം എണ്ണ നല്ലോണം പരത്തിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതിനുള്ള റെമഡി എന്താ പറയുക, പാക്ക് ഇട്ടതിന്റെ ശേഷം നമ്മൾ നന്നായിട്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. പക്ഷെ ഇത് അപ്പൊ കഴുകി കളയുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഉള്ളി സ്മെല്ലല്ലേ വിചാരിച്ചിട്ടാണ് അമ്മ. ശരിക്കാണെങ്കിൽ ഇപ്പൊ ഇത് തേച്ച് വെച്ചിട്ട് ഒരുപാട് നമ്മൾ ഷാമ്പു ഇട്ട് വാഷ് ചെയ്യണം എന്നില്ല, മനസ്സിലായില്ലോ. നമ്മളെ ഇനിയിപ്പോ ആൾക്കാർക്ക് ഈ ഉള്ളിയുടെ ഒരു മണം പുറത്തേക്ക് പോണവരൊക്കെ ഉണ്ടാവൂലേ. അപ്പൊ നിങ്ങൾ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു കുറച്ച് ഒക്കെ വെള്ളത്തിലേക്ക് ഡൈലൂട്ട് ചെയ്യണം കേട്ടോ. ഷാമ്പു കയ്യിൽ തിരക്കാണ് വെച്ചിട്ട് ലേശം കയ്യിലേക്ക് എടുക്കരുത്. പിന്നെ മുടി നല്ലോണം നനച്ചിട്ട് ഈ ഉള്ളിയുടെ ഒക്കെ തൈരിന്റെ ഒക്കെ കഴുകി കളഞ്ഞതിന്റെ ശേഷമാണ് ഷാമ്പു ചെയ്യാവൂല. അത് കൂടെ കൂട്ടി ചേക്കരുത് കേട്ടോ, തിരക്കാച്ചിട്ട്. അപ്പൊ നമ്മളെ മുടി നല്ല സ്കാൽപ്പൊക്കെ വൃത്തിയാവും. എന്നിട്ട് ഡ്രൈ ആയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അതേപോലെ സ്കാൽപ്പിൽ ഒരു ലേശം, സ്കാൽപ്പിൽ 10 മണി കഴിഞ്ഞാൽ എണ്ണ തേക്കരുത്. പിന്നെ രാത്രി ഇഴകളിലാക്കി ചീന്തി ഉണങ്ങിയതിന് ശേഷം കെട്ടി വെച്ചാൽ മതി. അപ്പൊ അമ്മതാ എണ്ണയൊക്കെ നല്ല തേച്ചു. ഇനി നമുക്കിത് പാക്ക് തേക്കാം കേട്ടോ. നമ്മൾ ഈ പാക്ക് നല്ല ലൂസാട്ടോ ഈ പാക്ക്. അപ്പൊ കണ്ടോ, ഇങ്ങനെ ഇഴകളിൽ നമ്മൾ എണ്ണ തൊട്ട് പരട്ടുമ്പോൾ എല്ലാരും ഒരു കോട്ടന്റെ പഞ്ഞി ഉണ്ടാവില്ല, കോട്ടൻ, അതിൽ മുക്കിയിട്ട് തേക്കാൻ ശ്രമിച്ചോളൂ. അമ്മ ഒന്നും കൊല്ലാതിരിക്കുകയാണ്. ചെറുപ്പക്കാരൊക്കെ അങ്ങനെ നല്ലോണം തേച്ചോളൂ കേട്ടോ. ഇത് നല്ലോണം ഒന്ന് ചെറുതായിട്ട് തേച്ചിട്ട് ചെറിയൊരു മസാജ് കൊടുത്താൽ നമ്മളെ താരൻ പമ്പ കിടക്കും കേട്ടോ. അപ്പൊ താരൻ ശേഖരം നിൽക്കില്ല നമ്മളെ തലയില്, മനസ്സിലായില്ല. ഇതിങ്ങനെ നമ്മള് അപ്പൊ അമ്മ താരനും മുടി ഒഴിച്ചിലും ഒക്കെ മാറ്റാനുള്ള അടിപൊളി ടിപ്സോളും പാക്സോളും ഒക്കെ തന്നെയാണ് കേട്ടോ ഇതിൽ കൂട്ടിയിരുന്നത്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ 7-ാമത്തെ ദിവസമായി. ഇനി നിങ്ങൾക്ക് ഞാനൊരു ഹെയർ ടോണർ പുതുത് കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു ഹെയർ ടോണർ ഉണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. കാരണം നമ്മൾ ഉപയോഗിക്കാത്ത ദിവസം ഉണ്ടാവും, ഒന്നിടവിട്ട ദിവസങ്ങളല്ലേ, മഴക്കാലം കൊണ്ട് നമ്മളിത് ഉപയോഗിക്കണ കണ്ടല്ലോ. ഞാൻ ഒന്നിങ്ങനെ ഒന്നിരിക്കും ആഞ്ഞു നിൽക്കുന്നത്. ഒന്നല്ലേ കുട്ടികളെ മയക്ക കണ്ടപ്പോ ഇവിടെ ഇല്ല, ഇവിടെ നിന്ന് ഊരി വെച്ചോ അടുത്തേക്ക് കേട്ടോ. അപ്പൊ എന്റെ മുഖറും ഇത്തിരി അടുത്തേക്ക് ഇങ്ങനെ ക്യാമറയുടെ അടുത്തേക്ക് വരുന്നത് സൗണ്ട് കേട്ടോട്ടെ വെച്ചിട്ടാട്ടോ. മൈക്കയുടെ അടുത്തേക്ക് വെക്കണം മുഖറ്. ചെറുതായിട്ട് കണ്ണിൽ വെള്ളം വരുന്നുണ്ട് കുട്ടികളെ. ഇനിയിപ്പോ നമ്മള് ഫ്രണ്ട് ഭാഗത്തൊക്കെ ആയി. ഇനി ഞാൻ ബാക്കിലൊക്കെ ഒന്ന് കുമ്പിട്ടൊന്ന് തേക്കട്ടെ കേട്ടോ. അപ്പൊ ഞാനിത് അങ്ങനെ ബാക്കിൽ നല്ലോണം ഇതേപോലെ കുമ്പിട്ട് നിന്നിട്ട് ബാക്കിൽ നല്ലോണം തേച്ചതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിൽ മതി കേട്ടോ ഇഴകളില്. എന്നിട്ട് നിങ്ങൾ 15 മിനിറ്റ് കഴിഞ്ഞ് അമ്മ പറഞ്ഞ പോലെ ശ്രദ്ധിക്കണേ. അരി കുതിർത്ത വെള്ളം, അതേപോലെ കുറച്ച് പഞ്ചസാര അതിലിടുക. എന്നിട്ട് നിങ്ങൾ ഷാമ്പു തേക്കുക. നല്ല നല്ല മുടി പെട്ടെന്ന് വളരും കുട്ടികളെ. എല്ലാവരും നല്ല മുടി വളർത്തും. ഏത് പ്രായത്തിലും മുടി വളരും കേട്ടോ. നഖവും മുടി നമുക്ക് മരണം വരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പൊ നമ്മൾ കറുപ്പിക്കാനുള്ള എന്തൊക്കെ ഐഡിയകൾ കണ്ടൊന്നും നരച്ച് നടക്കൊന്നും ചെയ്യണില്ലല്ലോ ആൾക്കാരെ, പിന്നെന്താ. അപ്പൊ ബാക്കി ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ. അപ്പൊ ഞാൻ കുറച്ച് ഇഴകളിലാക്കാണ് കണ്ടോ. കുറച്ച് എനിക്ക് ബാക്കി ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ അത് ബാക്കി ഇല്ലാത്തവര് സ്കാൽപ്പിൽ തേച്ചാലും മതി. നമ്മൾ കഴുകി കളയുമ്പോ പതുക്കെ അങ്ങോട്ട് ഇഴയമ്പിലേക്ക് ഞാൻ അന്ന് ചെയ്യുന്നത് കണ്ടില്ലേ നിങ്ങള്. ഇന്നിപ്പോ ഞാൻ കഴുകി കളയുന്നില്ല കേട്ടോ. ഇപ്പൊ ഈ വർക്കിംഗ് ഡേ ദിവസങ്ങളിലൊന്നും കഴുകി കളയാൻ പറ്റില്ല കുട്ടികളെ. കാരണം കഴുകി കളയുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കില്ലേ, 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണ്ടേ. അപ്പോഴേക്കും ഇവിടുത്തെ കുട്ടിക്ക് പോകാൻ വരികയാണ് കേട്ടോ. ഒന്നും വിചാരിക്കരുത് ആരും. അപ്പൊ ഇതൊക്കെ എല്ലാരും ഞാൻ ഈ മുടി നെറുകിലേക്ക് കെട്ടട്ടെ. ഒന്ന്
അപ്പൊ നമ്മള് പേക്കൊക്കെ തേച്ചു കിട്ടോ. കണ്ണ് കുറേശ്ശെ നീർന്നുണ്ട്. ഒന്നും പേടിക്കാല്ലേ, ഉള്ളിയല്ലേ, ഉള്ളി നേരേക്കുമ്പോ തന്നെ കണ്ണ് നീറില്ലേ. അപ്പൊ അമ്മ കണ്ണടയൊക്കെ വീണ്ടും വെച്ചു കണ്ണിലേക്ക്. അപ്പൊ ഇനി ഞാൻ എന്താ പറയുന്ന വെച്ചാല് 15 മിനിറ്റ് കഴിഞ്ഞാൽ എല്ലാവരും നേരെ ചെറിയൊരു ഷാമ്പു തേച്ച് കഴുകി കളയുക, ഒരുപാട് പതപ്പിക്കരുത്. അപ്പൊ ഇനി എന്താ വെച്ചാൽ നമ്മളിനി 9ാമത്തെ ദിവസേനെ കാണിക്കുള്ളൂ. ഇനി 7ാമത്തെ ദിവസമൊക്കെ കാണിക്കാൻ ഞാനൊരു അല്ല 8ാമത്തെ ദിവസമൊക്കെ ഇനി പുതിയതായിട്ട് നമുക്ക് ടോണർ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലേ, അത് കാണണ്ടേ. അപ്പൊ ഇനി ഞാനൊരു സിറോ ടോണറോ ഒക്കെ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. രാവിലെയും രാത്രി നിങ്ങൾ ഈ പാക്ക് ചെയ്യാത്ത ദിവസം തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യണം. അപ്പൊ എന്താ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആൾക്കാർ കാണുമ്പോൾ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തിക്കോളൂ. എങ്കിൽ ചിലവരിപ്പോ നാളെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നില്ല, ഇട്ടിട്ടില്ലേന്ന്. അപ്പോൾ എന്നും ബെല്ലൈക്കൻ അനേബിൾ ചെയ്ത് കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുക. എങ്കിൽ ഞാൻ ഇടുന്ന ഈ ഹെയർ ഗ്രോത്ത് ചലഞ്ച് കഴിയുന്നവരെ 30 ദിവസം എല്ലാവർക്കും കാണാലോ കേട്ടോ, എന്നും കാണാലോ. അപ്പൊ ഇനി എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.